തൃശൂർ അതിരപ്പിള്ളിയിൽ തുമ്പിക്കൈ മുറിഞ്ഞ് അറ്റുപോകാറായ നിലയിൽ കാട്ടാനയെ കണ്ടെത്തി. ആനക്കയം ഭാഗത്താണ് പിടിയാനയെ ദാരുണമായ അവസ്ഥയിൽ കണ്ടെത്തിയത്. അനീഷ് ആന്റണി ഉണ്ട് വിവരങ്ങളുമായി. അനീഷ്, എങ്ങനെയാണ് വിവരങ്ങൾ? കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ പ്രദേശത്ത് തുമ്പിക്കൈയുടെ അറ്റം മുറിഞ്ഞ് തൂങ്ങിയ നിലയിൽ പിടിയാനയെ കണ്ടത്. മറ്റ് ആനകൾക്കൊപ്പം നടക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വനം വകുപ്പ് പറയുന്നത് ആനകൾ തമ്മിലുള്ള സംഘടനത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കമ്പിവേലിയിലോ കൊണ്ട് മുറിഞ്ഞതാകാനാണ് സാധ്യത എന്നാണ് വനം വകുപ്പിന്റെ ഒരു നിഗമനം. എന്തായാലും അതിൽ വ്യക്തതയൊന്നും വന്നിട്ടില്ല. അതല്ലെങ്കിൽ മറ്റൊരു സാധ്യത കൂടി പറയുന്നുണ്ട്, കാട്ടിൽ വന്യമൃഗങ്ങളെ പിടിക്കാനും വെക്കുന്ന കെണിയിൽ പെട്ട് മുറിഞ്ഞതാണോ എന്നുള്ളൊരു കാര്യം കൂടി വരുന്നുണ്ട്. എന്തായാലും അതിൽ കൃത്യമായൊരു തീരുമാനത്തിലൊന്നും എത്തിയിട്ടില്ല. പക്ഷെ ഈ ആനയുടെ അവസ്ഥ ദാരുണമാണ്. ആനയ്ക്ക് കൈ ോടെ കൃത്യമായൊന്നും എടുത്താൽ കുടിക്കുന്നത് തുമ്പിക്കൈ അല്പഭാഗം അഗ്രഭാഗം അറ്റുപോകുന്ന ദാരുണമായ ഒരു അവസ്ഥയിലാണ് ആ കാട്ടാനയെ കണ്ടെത്തിയത്. നേരത്തെയും ഇത്തരത്തിൽ സമാന രീതിയിൽ അവിടെ തുമ്പിക്കൈക്ക് പരിക്കേറ്റതും തുമ്പിക്കൈ ഇല്ലാത്തതുമായ കുട്ടിയാനകളെയും അല്ലെങ്കിൽ വലിയ ആനകളെയും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ആനക്കയം ഭാഗത്താണ് ഇത്തരത്തിൽ ഈ ദാരുണമായ അവസ്ഥയിലുള്ള ഈ പിടിയാന മറ്റ് ആനകളോടൊപ്പം കാട്ടിലൂടെ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. എന്തായാലും മൃഗസ്നേഹികളും അതുപോലെ പ്രദേശത്തുള്ളവരും ഈ ആനയെ കണ്ടെത്തി അടിയന്തരമായി ചികിത്സയ്ക്ക് വിധേയമാക്കണം. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഭക്ഷണവും വെള്ളവും കഴിക്കാൻ പറ്റാതെ ആന ചരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്നുള്ളൊരു ആവശ്യമാണ് മൃഗസ്നേഹികളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉയരുന്നത്. കാർത്തു. ശരി, അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.